നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. രോഹിത്തിനെ കൊത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ അണിയറകളിൽ ഒരുങ്ങുകയാണ്. ഒരു മികച്ച താരത്തിന് വേണ്ട എല്ലാ ഗുണങ്ങളും ഉണ്ടായിട്ടും രോഹിത്തിന് അർഹമായ ബഹുമാനം കൊടുക്കാതിരുന്നത് മോശമായി പോയി. രോഹിത് ശർമ്മയെ ടീമിലെത്തിക്കാൻ ഡൽഹി ക്യാപിറ്റൽസ് ശ്രമങ്ങൾ തുടങ്ങി. മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും രോഹിത്തിനെ മാറ്റിയതിന് പിന്നാലെയാണ് ഡൽഹിയുടെ ഈ നീക്കം. ഹാർദിക് പാണ്ഡ്യ മുംബൈയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾ വന്നപ്പോൾ തന്നെ ഡൽഹി രോഹിത്തിനായി ശ്രമം തുടങ്ങിയിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്നാൽ അന്ന് ഡൽഹി ക്യാപിറ്റൽസിന്റെ ഓഫർ മുംബൈ തള്ളുകയായിരുന്നു. IPLിലെ താരലേലത്തിന് ശേഷം ട്രാൻസ്ഫർ ജാലകം വീണ്ടും തുറക്കും. ചൊവ്വാഴ്ച ദുബായിലാണ് താരലേലം നടക്കുക. ഡിസംബർ 20 മുതലായിരിക്കും വീണ്ടും ട്രാൻസ്ഫർ ജാലകം തുടങ്ങുക. ഈ സാഹചര്യത്തിൽ രോഹിത്തിനെ വാങ്ങുന്നതിനായി ഡൽഹി ക്യാപിറ്റൽസ് വീണ്ടും ശ്രമം തുടങ്ങിയിട്ടുണ്ട്. മുംബൈ ഇന്ത്യൻസ് അപ്രതീക്ഷിതമായിട്ട് കഴിഞ്ഞ ദിവസം ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചിരുന്നു. പാണ്ഡ്യയ്ക്ക് കീഴിൽ കളിക്കാൻ തയ്യാറാണെന്ന് രോഹിത് ശർമ്മ സമ്മതിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഡൽഹി ക്യാപിറ്റൽസിന്റെ ക്യാപ്റ്റൻ ഋഷഭ് പന്ത് പരിക്ക് മാറി ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. 2024 IPL താരം കളിക്കുമെന്നാണ് വിവരം. പന്തില്ലെങ്കിൽ രോഹിത് ശർമ്മ ഡൽഹി ക്യാപിറ്റൽസിനെ നയിക്കുമെന്നാണ് മാനേജ്മെന്റിന്റെ താല്പര്യം. വാഹനാപകടത്തിൽ പരിക്കേറ്റ ഋഷഭ് പന്ത് തിരിച്ചു വരാനുള്ള ഒരുക്കത്തിലാണ്. എന്നാൽ അടുത്ത സീസണിൽ വിക്കറ്റ് കീപ്പറായും ബാറ്ററായും മുഴുവൻ സമയം താരം ഗ്രൗണ്ടിൽ ഉണ്ടാകുമെന്ന് വ്യക്തമല്ല. ഇംപാക്ട് പ്ലെയറായി പന്തിനെ കളിപ്പിക്കുന്ന കാര്യം ഡൽഹി പരിഗണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്യാപ്റ്റനായി മറ്റൊരാളെ ഡൽഹിക്ക് കണ്ടെത്തേണ്ടി വരും. കഴിഞ്ഞ സീസണിൽ ഡേവിഡ് വാർണർ ആയിരുന്നു ഡൽഹി ക്യാപിറ്റൽസിന്റെ ക്യാപ്റ്റൻ. മുംബൈ ഇന്ത്യൻസ് സ്ഥലമാറ്റം വലിയ ഞെട്ടലോടെയാണ് ആരാധകർ ഏറ്റെടുത്തത്. കാരണം രോഹിത് എന്ന ക്രിക്കറ്റ് ഇതിഹാസം നായകസ്ഥാനത്തെത്തിയതോടെ ഇതുവരെ എത്തിപ്പിടിക്കാത്ത പല നേട്ടങ്ങളും ക്രിക്കറ്റിൽ രാജ്യം കൈയടക്കിയിരുന്നു. രോഹിത് ശർമ്മയ്ക്ക് പകരം ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയതിന് പിന്നാലെ മുംബൈ ഇന്ത്യൻസിന് 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റഗ്രാമിൽ നഷ്ടപ്പെട്ടത് 8 ലക്ഷത്തിലധികം ഫോളോവേഴ്സിനെ ആയിരുന്നു. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് രോഹിത്തിന്റെ ക്യാപ്റ്റൻസി എത്രമാത്രം നല്ലതായിരുന്നുവെന്ന്. രോഹിത്തിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും മാറ്റിയതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ആരാധകർ രംഗത്തെത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലെ കൊഴിഞ്ഞുപോക്ക്. മുംബൈ ഇന്ത്യൻസിനെ വിമർശിച്ച ഷെയിം ഓൺ മീ എന്ന #X എക്സിൽ തരംഗമായി മാറി. കൂടാതെ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും രോഹിത് ശർമ്മയെ മാറ്റിയതിൽ പ്രതിഷേധിച്ച ചിലർ ടീം ജേഴ്സി കത്തിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ആരാധകർക്ക് മാത്രമല്ല, ജോൺ റൈറ്റ്സിനെ പോലുള്ള ക്രിക്കറ്റ് വിദഗ്ധരും രോഹിത്തിനെ താഴെയിറക്കിയതിനെതിരെ രംഗത്ത് വന്നു. ഒരാളുടെ റേഞ്ച് മനസ്സിലാക്കാൻ ഇനി ഇതിൽ കൂടുതൽ എന്ത് വേണം? IPLിൽ ഏറ്റവും താരതിളക്കമുള്ള ടീമുകളിൽ ഒന്നായ മുംബൈ ഇന്ത്യൻസിന് 2013 മുൻപ് ഒരു സീസണിൽ പോലും കിരീടം നേടാൻ കഴിയാത്ത വിഷമത്തിലായിരുന്നു സീസണെ പാതി വഴിയിൽ ഉപേക്ഷിച്ച റിക്കി പോണ്ട് കളത്തിൽ നിന്നും പിന്മാറിയത്. പിന്നീടാണ് രോഹിത് ശർമ്മ മുംബൈയുടെ ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്നത്. പിന്നീടുള്ള 11 സീസണുകളിൽ മുംബൈ ടീമിന്റെ അമരത്തുണ്ടായിരുന്ന രോഹിത് 5 തവണ കിരീടം ഉയർത്തി. കൂടുതൽ IPLിൽ കിരീടം നേടിയ ക്യാപ്റ്റന്മാരിൽ MS ധോണിയുടെ റെക്കോർഡിനൊപ്പം എത്തി ചരിത്രത്തിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായി മാറി രോഹിത് ശർമ്മ. ആ രോഹിതിനെ താഴെയിറക്കിയത് വലിയ വേദനയോടെയാണ് ഇപ്പോഴും ആരാധകർ കാണുന്നത്. ന്യൂസ് കാർഡ്, കൊച്ചി.